ഈ സിനിമയുടെ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന് അറിയാമോ? ഇതിന്റെ പോസ്റ്റർ നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും കാണിച്ചിട്ട് ആരാണ് ഇതിലെ നായകൻ അല്ലെങ്കിൽ നായിക എന്ന് ചോദിക്കുക. അതാണ് റിയൽ മിസ്റ്ററി. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുതിയ ഇംഗ്ലീഷ് സ്പൈ ആക്ഷൻ ത്രില്ലർ ചിത്രമായ ആർഗെയിലിനെ കുറിച്ച്. ഒരു പടം ഇങ്ങനെ കാണാൻ തിയേറ്ററിൽ പോയപ്പോൾ കാണാനായിട്ട് ആകെ 3 പേര്, എന്നിട്ട് അവർ ഷോ കാണിച്ചു കേട്ടോ. അങ്ങനെ ആ പടം കണ്ടിട്ട് വന്നിട്ട് അതിനെ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്. കാരണം ഇതുപോലൊരു തല്ലിപ്പൊളി പടം ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കൊള്ളതാ. ആദ്യം തന്നെ ഞാൻ ചോദിച്ചതുപോലെ ഈ പോസ്റ്റർ കാണുമ്പോൾ അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിൽ ഇതിന്റെ കാസ്റ്റ് ലിസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഇതിലെ നായകൻ ഹെൻറി കാവിൽ ആയിരിക്കുമെന്നും ഡ്യുവാ ലീപ്പയൊക്കെ പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രമായിട്ട് പടത്തിൽ വരുന്നുണ്ട് എന്നൊക്കെ ആകും. എന്നാൽ അതൊക്കെ തെറ്റാണ്. അവർക്കൊന്നും ഈ പടത്തിൽ ഒരു റോളും ഇല്ല. ഇവർ രണ്ടുപേരുമാണ് ഈ പടത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഹെൻറി കാവിലിന് മാക്സിമം ഒരു 5 മിനിറ്റ് പോലും സ്ക്രീൻ സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഒരു 5 മിനിറ്റ് ചിലപ്പോൾ കാണുമായിരിക്കും. ക്യാമിയോ റോൾ എന്ന് പോലും പറയാൻ പറ്റില്ല. ഡ്യുവാ ലീപ്പയൊക്കെ എന്തിനാ ഈ സിനിമയിൽ അഭിനയിച്ചതെന്നാണ് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത്. ആ ട്രെയിലർ നിങ്ങൾ കാണുമ്പോൾ എത്ര നേരം പുള്ളിക്കാരി കാണിക്കുന്നുണ്ടോ അത്രയും സീനേ അവർക്കുള്ളൂ. നല്ല പാട്ടൊക്കെ ഉണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ തല്ലിപ്പൊളി റോളിലൊക്കെ ഇതുപോലത്തെ തല്ലിപ്പൊളി പടത്തിൽ തലവെക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിവേ പോസിറ്റീവ്സിലും തുടങ്ങാൻ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. ഇതിന്റെ എഡിറ്റിംഗ്, ചില ട്രാൻസിഷൻ ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഈ വെടിവെച്ച് ഇരുട്ടിങ്ങനെ ഫുൾ ആയി കഴിഞ്ഞ് പിന്നെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ബേസ്മെന്റ് ഇങ്ങനെ പൊളിക്കുന്ന ഒരു സീനുണ്ട്. പടിവശത്തു നിന്ന് ഇരുട്ടിൽ നിന്നും ആ പൊളിച്ച് വരുന്ന കാണിക്കുന്ന ഒരു സീന്. അതുപോലെ ഹെൻറി കാവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സൂം ഇൻ ചെയ്ത് പുള്ളിയുടെ ലിപ്പ് നായികയുടെ ലിപ്പായി നായിക സംസാരിക്കുന്ന രീതിയിൽ ഇങ്ങനെ മാറുന്ന ഒരു ട്രാൻസിഷൻ സീന്. അങ്ങനെ കുറെ നല്ല എഡിറ്റിംഗ് സിനിമയിൽ കാണാൻ കഴിയും. പിന്നെ ഇതിന്റെ ക്യാമറയും നല്ലതാണ്. ചില ലൊക്കേഷൻസ് ഒക്കെ കിടുവായിരുന്നു. പ്രത്യേകിച്ച് ആ ഫ്രാൻസിലെ ഒരു മുന്തിരിത്തോട്ടം കാണിക്കുന്ന ആ ഒരു വീട്, അത് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ വലിയ കെട്ടിടത്തിന്റെ ടെറസിൽ നിന്ന് താഴേക്ക് ചാടുന്ന ഒരു സീനൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ഇതിലെ പൂച്ചയുണ്ടല്ലോ, ആൽഫി, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണെങ്കിലും അത് കിടിലനായിരുന്നു. അതിന്റെ ആക്ടിംഗ് ആണ് എനിക്ക് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടതെന്ന് പറയാതെ വയ്യ. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ അതിനെക്കുറിച്ചായിരുന്നു എന്റെ ടെൻഷൻ മുഴുവൻ. അവസാനത്തെ 1-2 ട്വിസ്റ്റുകളൊക്കെ അത്യാവശ്യം കൊള്ളാമായിരുന്നു. എങ്കിലും വലിയ സെൻസിബിൾ ആയിട്ടൊന്നും തോന്നിയില്ല. ആകെ കൊള്ളാവുന്ന കുറച്ച് കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇതിലെ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രം ഇതിലെ നായികയാണെന്ന് പറയേണ്ടി വരും. കാരണം അവർ പക്ക ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചതുപോലെ വില്ലന്മാർ പറയുമ്പോൾ വില്ലന്മാരുടെ സൈഡിലേക്ക് പോവുക, അതുപോലെ നായകൻ പറയുമ്പോൾ നായകന്റെ സൈഡിലേക്ക്, അങ്ങനെ ചാടിക്കളിക്കടാ കുഞ്ഞിരാമ ആ ഒരു സ്റ്റൈലിലായിരുന്നു പുള്ളിക്കാരി. ആക്ഷൻ രംഗങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും തന്നെ തോന്നിയില്ല. ഭയങ്കര കൂളാണെന്ന് കാണിക്കാൻ കുറച്ച് ഫൈറ്റ് സീക്വൻസ് പടത്തിലുണ്ടായിരുന്നു. മൊത്തം ഇങ്ങനെ സ്മോക്ക് നിറച്ചിട്ട്, അത് കണ്ടപ്പോൾ എനിക്ക് സലിംകുമാർ ചതിക്കാത്ത ചന്തു പറയുന്ന ഡയലോഗാണ് ഓർമ്മ വന്നത്. അത് വേറെ കാര്യം. ഇത് കളർ കൊണ്ടുള്ള സ്മോക്ക് ഫുള്ള് നിറച്ചിട്ട് അതിനകത്തു കൂടിയുള്ള ഒരു അടി. അതുപോലെ ക്രൂഡ് ഓയിൽ തറയിൽ മുഴുവൻ ഒഴിച്ചിട്ട് അതിൽ കൂടെ ഷൂസ് അടിയിൽ ഇങ്ങനെ കത്തിയൊക്കെ വെച്ചിട്ട് സ്കേറ്റ് ചെയ്തുകൊണ്ടുള്ള അടി. സത്യം പറഞ്ഞാൽ അതൊന്നും കാണാൻ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. നായിക എഴുതുന്ന കഥയിലെ ഫിക്ഷൻ ആയിട്ടുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് നായികയുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും അത് സത്യമാണോ അതോ ഇല്ലാത്തതാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോകും. ഒന്നും റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒന്നുമായിട്ടും കാണുന്ന പ്രേക്ഷകന് ഇമോഷണലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അനാവശ്യമായിട്ടുള്ള കുറെ ഡ്രാമയും പടത്തിൽ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട്. CGI ഒക്കെ വെറും എന്താ പറയാ തല്ലിപ്പൊളിയായിട്ടാണ് ഫീൽ ചെയ്തത്. ഗ്രീൻ സ്ക്രീൻ ഒക്കെ കാണാവുന്ന വിധത്തിൽ വളരെ അലക്ഷ്യമായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഗ്രാഫിക്സ് ആണ് പടത്തിലുള്ളത്. മൊത്തത്തില് ഇവർ ഈ പോസ്റ്ററിൽ ചെയ്തു വെച്ചേക്കുന്നത് പോലെ അനിയത്തിയുടെ പടം കാണിച്ചിട്ട് ചേട്ടത്തിയെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഒരു ആളെ പറ്റിക്കുന്ന പടമാണിതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർഗെയിൽ എന്ന സീക്രട്ട് സ്പൈ ഏജന്റിന്റെ കഥയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മൾ വിചാരിക്കും ജെയിംസ് ബോണ്ടിനെ പോലെ പിന്നീട് അങ്ങോട്ട് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്പൈ ത്രില്ലർ പടമാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും ഇല്ല. ഇതിന്റെ പേര് പോലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ്. ടൈറ്റിൽ കഥാപാത്രത്തിന് കഥയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അങ്ങനെ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പടം കാണാതെ സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ്. ഞാൻ ഈ പടത്തിന് 2 out of 5 റേറ്റിംഗ് നൽകും. 2 പോലും കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും ഇരിക്കട്ടെ, ഹെൻറി കാവിലൊക്കെ വന്ന് കഷ്ടപ്പെട്ട് ഗസ്റ്റ് റോളൊക്കെ ചെയ്തതല്ലേ. പടം ഇപ്പോൾ തിയേറ്ററിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. OTT-ൽ എന്നാണ് റിലീസ് ആവുന്ന അറിയില്ല. OTT വരുമ്പോൾ നിങ്ങൾ കാണാതിരിക്കാൻ ശ്രമിക്കുക. എന്നാലും എൻ്റെ ഡ്യുവാ ലീപ്പെ, ഹെൻറി കാവിലെ നിങ്ങളൊക്കെ ഈ പടത്തിന് തല വെച്ച് നോക്കുമ്പോഴാണ്